വേദിയിലിരിക്കുന്ന ആദരണീയർക്കും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഓർമ്മകൾ കടലുപോലെ കിടക്കുമ്പോൾ എവിടെ തുടങ്ങണം, എന്ത് തുടങ്ങണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ എൻ്റെ ഇങ്ങോട്ടുള്ള യാത്രയെക്കുറിച്ചും ഇവിടുത്തെ അനുഭവത്തെക്കുറിച്ചും സംക്ഷിപ്തമായി ഒന്ന് പറയാം. 1989 ഡിസംബറിൽ B.Ed പൂർത്തിയാക്കിയ ഞാൻ നേരത്തെ നമ്മുടെ HM പറഞ്ഞതുപോലെ മേലാറ്റൂർ UP സ്കൂളിൽ അധ്യാപികയായി പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ 2 വർഷം കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് പ്രമോഷൻ തരുമെന്നവർ ആദ്യം പറഞ്ഞു. ആദ്യം തന്നത് ലീവ് വേക്കൻസി ആയിരുന്നു. പക്ഷെ ലീവ് വേക്കൻസിയിലുള്ള ടീച്ചർ TTC കഴിഞ്ഞൊരു ടീച്ചറായിരുന്നു. അവരുടെ ടൈം ടേബിള് മാത്സും സയൻസും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ്. അത് ക്ലാസ് മുറിയിൽ എത്തിക്കാൻ എനിക്ക് ഭയങ്കര ബാധ്യതയായിരുന്നു, എന്നെക്കൊണ്ട് അപ്രാപ്യമായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു വിഷമവൃത്തത്തിൽ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ മുൻ ഓഫീസ് സ്റ്റാഫായ അബ്ദുക്കാക്ക എൻ്റെ അച്ഛൻ പറഞ്ഞത് പ്രകാരം വീട്ടിൽ വരികയും ഇവിടെ മലയാളം വേക്കൻസി ഉണ്ടായിരിക്കും അടുത്ത വർഷം എന്ന് അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ അച്ഛൻ വന്ന് മാനേജരെ കണ്ടു. മാനേജർ ഫിക്സേഷൻ പൂർത്തിയായതിനു ശേഷം ജൂലൈയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ തീർച്ചയായും തരാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഇവിടേക്കുള്ള യാത്രയുടെ ആരംഭം. എന്തായാലും എൻ്റെ ജീവിതത്തിലെ ഒരു ദശാസന്ധിയാണിന്ന്. അതായത് ഒരു ദശ കഴിഞ്ഞ് അടുത്ത ദശയിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ തുടക്കം. അത് സുദിനമാണോ അല്ല ഇനി സുദിനമല്ലേ എന്ന് എനിക്ക് തന്നെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരു കണക്കിന് സുദിനമാണ്. കാരണം 34 വർഷം ഇത്രയും മഹത്തായ ഒരു സ്ഥാപനത്തിൽ എളിയ രീതിയിലെങ്കിലും സേവനമനുഷ്ഠിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. അതിന് എനിക്ക് ഭാഗ്യം തന്ന സർവശക്തനെ ഞാൻ ആദ്യമായി നമിക്കുന്നു. പിന്നെ ഞാനൊരു ഹൈസ്കൂൾ ടീച്ചറാവാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച എൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും ഞാൻ സ്മരിക്കുന്നു. അവർ രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. മാതൃവഴിയിലെയും പിതൃവഴിയിലെയും എൻ്റെ പൂർവികർ, എൻ്റെ സഹപാഠികൾ, എൻ്റെ അധ്യാപകർ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി സ്കൂളിലാണെങ്കിലും എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരിൽ 5 പേർ അകാല മൃത്യു അടഞ്ഞു. അവരെയും ഈ വേദിയിൽ സ്മരിക്കുന്നു. ഞാൻ ഈ സ്കൂളിൽ അധ്യാപികയായി എത്തുമ്പോൾ ഇവിടെ HM ആയിരുന്നത് ശ്രീമാൻ കുട്രായൻ മാഷാണ്. കുട്രായൻ മാഷയുടെ നേതൃത്വത്തിലുള്ള സ്കൂൾ ഭരണവും അതിന് നിയന്ത്രണമായിട്ട് നിന്നിരുന്ന രാമചന്ദ്രൻ മാസ്റ്റർ, അതുപോലെ അതുറൈമാൻ മാസ്റ്റർ, ആ കാലഘട്ടത്തിലുള്ള എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ആദ്യം ഞാൻ നന്ദി അറിയിക്കേണ്ടത് മറ്റൊരാളോടായിരുന്നു. അത് സ്ഥാനം തെറ്റിപ്പോയി നമ്മുടെ സ്കൂളിലെ മാനേജർ. എൻ്റെ പിതാവ് രാമചന്ദ്രൻ മാസ്റ്ററെ പോലെ തന്നെ ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ സ്കൂൾ മാനേജർ OP കുഞ്ഞാപ്പു ഹാജി. നേരത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയായ കോളേജ് പ്രൊഫസർ പറയുകയുണ്ടായി, നമുക്കൊക്കെ ഒരു സ്ഥാനമുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് സ്ഥാനം ഉണ്ടായിരുന്നില്ല, നമുക്കൊക്കെ ഒരു സ്ഥാനമുണ്ട്, ആ സ്ഥാനങ്ങളിലാണ് നമ്മൾ അറിയപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അപ്പോഴും ആലോചിക്കുകയായിരുന്നു, മാനേജർ ഈ സ്ഥാനം തന്നില്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിത്വം എനിക്കുണ്ടാവുമായിരുന്നില്ല. അപ്പം തീർച്ചയായും അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ വളരെ മഹത്തായ ഒരു വ്യക്തിയാണ്. ലാളിത്യവും ശാലീനതയും അതുപോലെ ആത്മാർപ്പണവും അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയാണ്. ഇനി വീണ്ടും സ്കൂളിലേക്ക് വരാം. കുട്രായൻ മാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വേദിക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ആത്മാർപ്പണം, ആത്മാർത്ഥത, അതുപോലെ സഹപ്രവർത്തകരോടും കുട്ടികളോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എല്ലാവർക്കും മാതൃകയാണ്. ഒരു HM എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഉത്തമോദാഹരണമായിരുന്നു നമ്മുടെ മുൻ HM ആയ കുട്രായൻ മാസ്റ്റർ. അതുപോലെ രാമചന്ദ്രൻ മാസ്റ്ററും അതുറൈമാൻ മാസ്റ്ററും ഒക്കെ എനിക്ക് സ്ഥാനീയരാണ്. ഞാൻ ഒരു മലയാള അധ്യാപികയായി കുറച്ചെങ്കിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞത് രാമചന്ദ്രൻ മാസ്റ്റർ നമ്മുടെ സ്കൂളിൽ നേതൃനിരയിൽ ഉണ്ടായതുകൊണ്ടാണ്.
കാരണം എന്തെങ്കിലും ഒരു സംശയം തോന്നും. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് സംശയം തോന്നും ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഓടിച്ചെന്ന് മാഷോട് ചോദിക്കുമ്പോൾ മാഷ് ഒരു പക്ഷേ രജിസ്റ്റർ എഴുതായിരിക്കും, അല്ലെങ്കിൽ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ അടുക്കി വെക്കുകയായിരിക്കും. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാതെ തന്നെ എന്ത് സംശയം ചോദിച്ചാലും അത് നിവർത്തി വരുന്നത് വരെ വ്യക്തിയായി പറഞ്ഞു തരാൻ അദ്ദേഹം ഒരു ക്ഷമ കാണിച്ചിരുന്നു. അതിന് അദ്ദേഹത്തെ നമിക്കുന്നു. മാത്രമല്ല, വാല്യുവേഷൻ ക്യാമ്പുകളിലും അതുപോലെ രജിസ്റ്റർ എങ്ങനെ എഴുതണം, ക്ലാസ് മുറിയിലെ കുട്ടികളെ അച്ചടക്കത്തിൽ എഴുത്താൻ എന്ത് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും രാമേന്ദ്രൻ മാഷ് പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ തന്നെ അദ്രൈമ മാസ്റ്ററും പണ്ട് 9ാം ക്ലാസ്സിൽ ONV കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്നൊരു കവിത പഠിപ്പിക്കാനുണ്ടായിരുന്നു. അന്ന് ഈ ഭൂമിയിൽ ഭൂമിക്ക് വിള്ളൽ വരുന്നതിനെ കുറിച്ചും ഉപരിതലം വൃത്തികേടാകുന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ ക്ലാസ്സിൽ പറയണം. അപ്പോൾ ഈ ജോഗ്രഫി ഒന്നും എനിക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു, വായിച്ച് പഠിച്ചറിവാണ്. അപ്പം അന്ന് അദ്രൈമ മാഷ് ഒരു ഗ്ലോബൊക്കെ വെച്ച് അത് മാർക്ക് ചെയ്ത് അത് പറഞ്ഞു തന്ന ആ സന്ദർഭം ഇന്നും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ സഹപ്രവർത്തകർ, 34 വർഷമായിട്ട് എനിക്ക് നിരവധി സഹപ്രവർത്തകരുണ്ട്. അപ്പോൾ അവരോടൊക്കെ കഴിയുന്നതും രമ്യതയിലും സ്നേഹത്തിലും പെരുമാറാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും അവരോടൊന്നും ചില കാര്യങ്ങളിൽ ഒന്നും നീതി പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എന്തെങ്കിലും ചടങ്ങുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ വീടൊന്നും സന്ദർശിക്കാൻ എൻ്റെ പ്രത്യേക സാഹചര്യങ്ങളെ കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവർക്കൊക്കെ എന്നോട് എത്ര സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് അസുഖം വന്ന് കിടന്നപ്പോഴാണ്. എന്നും ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ആരെങ്കിലും വന്ന് അന്വേഷിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അസുഖത്തിന് ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോഴേക്ക് എന്നെ ഇവിടുന്ന് വിളിക്കാൻ തുടങ്ങും. വത്സമ്മ ടീച്ചറും നൂർജഹാനും അങ്ങനെയുള്ള ആളുകൾ. പിന്നെ കുറേ ആളുകൾ വീട്ടിൽ വന്നു, കണ്ടു, ആശ്വസിപ്പിച്ചു. ഒരു പക്ഷേ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഉള്ള ഒരു കഴിവ് കൂടി ദൈവം തന്നത് ഇവരുടെയൊക്കെ പ്രചോദനം കൊണ്ടും ആശ്വാസം കൊണ്ടുമാണെന്ന് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ കാലാകാലങ്ങളിലുള്ള എൻ്റെ കുട്ടികൾ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്നറിയാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരോട് വർഷത്തിൻ്റെ അവസാനത്തിൽ എഴുതി വാങ്ങാറുണ്ട്. കാരണം ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അറിയണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോഴൊക്കെ ഈ വർഷം പോലും അവരെഴുതി തന്നത്, ടീച്ചർ പഠിപ്പിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നന്നായി പഠിപ്പിക്കുന്നുണ്ട്, എന്തിനാ മുഖത്ത് ഇത്ര ഗൗരവം എന്നാണ് എല്ലാ കുട്ടികളുടെയും ചോദ്യം. ഞാൻ എല്ലാ ക്ലാസ്സിലും മറുപടി പറഞ്ഞതാണ്. എൻ്റെ മുഖം മൂടിയായിട്ട് ഞാൻ ഗൗരവം അണിയുമ്പോഴും അവർ ഭാഷയിലേക്ക് അടിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷിക്കുകയായിരുന്നു. കുട്ടികളൊട്ടും ഉഴപ്പിപ്പോവരുത് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ മുഖംമൂടിയായി ഗൗരവം എടുത്തണിഞ്ഞത്. എല്ലാവരും ഇല്ലെങ്കിലും ഇപ്പം ഇവിടെ വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ, എങ്കിലും ആ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ ഈ വിവരം അറിയിക്കുകയാണ്. പിന്നെ ഇന്നത്തെ കുട്ടികളും സഹപ്രവർത്തകരും ഒക്കെ വളരെ കഴിവുള്ളവരാണ്, ആത്മാർത്ഥത ഉള്ളവരാണ്. പക്ഷേ തലമുറ മാറുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ഇന്നത്തെ HMനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അധ്യാപകർക്കും കുട്ടികൾക്കും ഒരുപാട് പ്രിയപ്പെട്ടവനാണ്. വളരെ രമ്യമായിട്ടാണ് അദ്ദേഹം എല്ലാവരോടും ഇടപഴകുന്നത്. അപ്പം സ്കൂള് ഒരു ഉന്നതിയിലേക്ക് പോകുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് വിരമിക്കുന്നത് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ 2 കാര്യങ്ങളാണ് എന്നെ വേദനിപ്പിക്കുന്നത്. ഒന്ന്, 34 വർഷം മറ്റൊരു വീടായി കണ്ട ആ സ്ഥലം നാളെ തൊട്ട് എന്നെ ആതിഥേയയായിട്ട് കണക്കാക്കില്ല. ഞാനിവിടെ ഇനി അതിഥിയാണ്. എത്ര തന്നെ എന്തൊക്കെ പറഞ്ഞാലും റിട്ടയർഡ് ടീച്ചറാണ്, ലത ടീച്ചർ ഇവിടുത്തെ ടീച്ചറാണെന്ന് ആരും പറയില്ല. അതെനിക്ക് ഒരു ചെറിയ വേദന ഉണ്ട്. പക്ഷേ കാലഘട്ടത്തിൻ്റെ അനിവാര്യത നടക്കാതെ പറ്റില്ലല്ലോ. പിന്നെ മറ്റൊന്ന്, എന്നെ ഇവിടെ എത്തിച്ച 2 പേരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല, എൻ്റെ അച്ഛനും അമ്മയും. അമ്മയെങ്കിലും ഞാൻ പെൻഷനാകുമ്പോൾ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അതുമില്ല. 2 വർഷം മുന്നേ ആകസ്മികമായിട്ട് അമ്മയും മരിച്ചുപോയി. അതും എനിക്ക് ഒരു വേദനയാണ്. പിന്നെ എനിക്ക് ജോലി ചെയ്യാനും ഇവിടെ വന്നിട്ട് ഇവിടെ വളരെയധികം ദൂരത്താണ്, പക്ഷേ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിനൊക്കെ എൻ്റെ കുടുംബത്തിൻ്റെ ശക്തമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് വിശ്വനാഥൻ, മക്കളെ അവരുടെയൊക്കെ പിന്തുണ കൊണ്ടാണ് രോഗത്തെ അതിജീവിച്ചതും ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ തിരിച്ചെത്തിയതും. ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറിയ കവിതയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കാരണം ക്ലാസ് റൂമിൽ നിരവധി കവിതകളൊക്കെ ചൊല്ലി കുട്ടികൾക്ക് ആശയം നിവർത്തി ഞാൻ വരുത്തി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ
ഈണത്തിൽ ചൊല്ലാനും താളത്തിൽ ചൊല്ലാനൊന്നും എനിക്ക് കഴിയില്ല. അതിന് പലപ്പോഴും ഞാൻ അവിടുത്തെ മിടുക്കികളോ മിടുക്കന്മാരായ കുട്ടികളെ ആശ്രയിക്കുകയാണ് പതിവ്. എൻ്റെ ഒരു കുട്ടി, നന്നായി ചെല്ലുന്നൊരു കുട്ടി ഇവിടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, അനിക. പക്ഷെ അവളെ ഞാൻ ഇതിന് വിളിക്കുന്നില്ല, ഇത് ഞാൻ തന്നെ ചൊല്ലാണ്. എവിടെ തുടങ്ങണമെന്നറിയില്ലെൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു. ഇവിടെ ഈ ജീവിത സായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയില്ല എത്രയോ പേരെൻ്റെ ജീവിത വഴിയിൽ പ്രകാശം ചൊരിഞ്ഞു. സഫലമെൻ യാത്രയ്ക്കു പൂർണ്ണതയേകിയ സകലർക്കുമെൻ്റെ പ്രണാമം. നന്ദി പ്രിയ ലോകമേ, നീ എനിക്കേകിയ നന്മകൾക്കൊക്കെയും നന്ദി. ദാനമായി തന്നൊരൻ ജന്മത്തിനായെൻ്റെ മാതാപിതാക്കളെ നന്ദി. നന്ദി ഗുരുഭൂതരെ, തോഴരെ, എന്നുടെ നല്ല സതീർത്ഥ്യരെ നന്ദി. ദുരിതപദങ്ങളിൽ താങ്ങായി നിന്നൊരൻ സഖികളെ ആയിരം നന്ദി. അന്യതാ നിസ്വയാമെൻ കൊച്ചു ജീവിതം വർണ്ണാഭമാക്കിയോർ നിങ്ങൾ. സകലതും തന്നെന്നെ ഇവിടെ എത്തിച്ചൊര ജഗദീശ്വര എൻ്റെ നന്ദി. അറിയുന്നു നേടിയ സൗഭാഗ്യമൊക്കെയും അവിടുന്നു നൽകിയ ദാനം, അവിടുന്നു നൽകിയ ദാനം. ഇനിയൊരു ജന്മമുണ്ടെന്നാൽ എനിക്കതും ഇവിടെ ജീവിക്കുവാൻ മോഹം. ഇതുപോലെ അന്നുമുണ്ടാകുമോ വെയിലും കുളിരും നിലാവും. ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ വേണ്ട ഈ നല്ല മുഹൂർത്തങ്ങൾ ഇങ്ങനെ തന്നെ നിന്നോട്ടെ. ജന്മാന്തരങ്ങൾക്കും അപ്പുറമോർമ്മയിൽ നന്നായി തിളങ്ങി നിൽക്കട്ടെ. സഫലമെൻ യാത്രയെ സമ്പന്നമാക്കിയ സകലർക്കുമെൻ്റെ പ്രണാമം. കരുണയായി, സ്നേഹമായി, സാന്ത്വന സ്പർശമായി അനുയാത്ര ചെയ്തവർക്കെല്ലാം ഹൃദയാശ്രു പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടെൻ്റെ എളിയ സാഷ്ടാംഗ പ്രണാമം. അനുഭവങ്ങളെ നന്ദി. പ്രിയപ്പെട്ടവരെ, യാത്രാമൊഴി.